തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നയം അവസാനിപ്പിക്കുക, ട്രഷറി നിയന്ത്രണം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഫണ്ട് നൽകേണ്ടതും അതുപോലെ തന്നെ അവിടുത്തെ ഓരോ കർമ്മ പദ്ധതികളും വേണ്ടി സാമ്പത്തികമായി എല്ലാ വിധത്തിലും അവരെ സഹായിക്കേണ്ടതും അതിനുള്ള തുകകൾ ലഭ്യമാക്കേണ്ടതും അവരുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. നമുക്കറിയാം, ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ എല്ലാ വിധത്തിലും ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് എല്ലാ അർത്ഥത്തിലും ഒരു വലിയ പരാജയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നാടിന്റെ പുരോഗതി ആഗ്രഹിക്കുന്ന സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുകയാണ് വേണ്ടതെന്നും തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും വികസനം എത്തിക്കാൻ കഴിയുക തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. ആ ലക്ഷ്യവുമായി മുന്നോട്ടു പോകുന്ന പ്രാദേശിക സർക്കാരുകളെ പിന്തുണയ്ക്കുന്നതും അവരുടെ പ്രവർത്തനങ്ങളിൽ സഹായിക്കുക എന്നതും സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമാകണം. എന്നാൽ പിന്തുണ നൽകുന്നതിൽ നിന്ന് മാത്രമല്ല, അവരെ പ്രതിസന്ധിയിലാക്കുകയും അധികാരങ്ങൾ കവർന്നെടുക്കുകയും സാമ്പത്തികമായി ഞെരിക്കുകയുമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നത്. എല്ലാ നിലക്കും ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. നവകേരള സദസ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വെറും വിനോദയാത്ര മാത്രമാക്കി മാറ്റി. നാടിന് യാതൊരു ഗുണഫലവും ഇല്ലാത്ത യാത്ര വലിയ സാമ്പത്തിക ബാധ്യതയാണ് പൊതുജനൻ ഉണ്ടാക്കിയത്. ജനങ്ങളുടെ ക്ഷേമത്തിന് ഉപയോഗിക്കേണ്ട പണമാണ് സർക്കാർ ദൂർത്തടിച്ചു കളഞ്ഞത്. മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ നടത്തുന്ന ഈ പ്രക്ഷോഭം സർക്കാരിനുള്ള താക്കീതാണ്. സമരം വിജയം കാണുന്നതുവരെ മുന്നോട്ട് പോകുമെന്നും സമരപന്തൽ സെക്രട്ടറിയുടെ മുന്നിലേക്ക് മാറ്റേണ്ടി വന്നാൽ അതും ചെയ്യണമെന്നും തങ്ങൾ പറഞ്ഞു. LGML ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PV മനാഫ് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി P അബ്ദുൽ ഹമീദ് MLA മുഖ്യപ്രഭാഷണം നടത്തി. MLA-മാരായ KP മജീദ്, P ഉബൈദുള്ള, TV ഇബ്രാഹിം, LGML സംസ്ഥാന പ്രസിഡന്റ് K ഇസ്മായിൽ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് NK റഫീഖ, വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തടം, മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരാട്ട്, PC അബ്ദുറഹ്മാൻ, AP ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. LGML ജില്ലാ സെക്രട്ടറി A ഉസ്മാൻ സ്വാഗതവും ജില്ലാ ട്രഷറർ K കലാം മാസ്റ്റർ നന്ദിയും പറഞ്ഞു. മലപ്പുറത്തിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് പരിശുദ്ധിയുടെ തങ്കത്തിളക്കം നൽകി 22ാം വാർഷികത്തിലേക്ക് കടക്കുന്ന സഹാറ ഗോൾഡൻ ഡയമണ്ട്. ഏറ്റവും പുതിയ മോഡലിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, ആന്റിക് ബ്രൈഡൽ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ കൂടാതെ 18 കാരറ്റ് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ്. വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം, വിശാലമായ പാർക്കിംഗ് സൗകര്യം. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.